ഹായ് ഫ്രണ്ട്സ്, കലവറ ഫ്ലവേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹൈ പ്രോട്ടീൻ ഹെൽത്തി ബൈറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി 150 ഗ്രാംസിൻ്റെ സീഡ്ലെസ് ഡേറ്റ്സും 80 ഗ്രാംസ് ഡ്രൈഡ് ക്രാൻബെറീസുമാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം 1/2 കപ്പ് വീതം തണുത്ത വെള്ളം ഒഴിച്ച് 15 മിനിറ്റ്സ് സോക്ക് ചെയ്യാൻ വയ്ക്കണം. ഇനി ഒരു പാനിൽ ഡ്രൈഡ് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 50 ഗ്രാംസിൻ്റെ ആൽമണ്ട്സും 50 ഗ്രാംസ് പീക്കൺ നട്ട്സും 30 ഗ്രാംസ് പിസ്താഷ്യോയും പിന്നെ ഒരു ഹാൻഡ്ഫുൾ കാഷ്യൂസ് ഇട്ട് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ റോസ്റ്റ് ചെയ്ത നട്ട്സിനെ നമുക്ക് തണുക്കാനായി മാറ്റിവെക്കാം. അടുത്തതായി ഈ സോക്ക് ചെയ്ത ഡേറ്റ്സിനെ ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കാം. ഇനി സോക്ക് ചെയ്ത ക്രാൻബെറീസിനെയും ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരുന്ന ഡേറ്റ്സിനെ ഒരു ചോപ്പറിലിട്ട് 2 ടേബിൾ സ്പൂൺ തണുത്ത വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. പിന്നെ റോസ്റ്റ് ചെയ്ത നട്ട്സിനെ നമുക്ക് ഒരു ചോപ്പിംഗ് ബോർഡിൽ വെച്ച് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ഡേറ്റ്സിനെ ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത ക്രാൻബെറീസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റോസ്റ്റ് നട്ട്സും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇടുന്നത് 1 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് ആണ്. അതിനുശേഷം 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഒരു സ്പൂൺ കൊണ്ട് ഇതിനെ ഇളക്കി കൊടുക്കാം. അടുത്തതായി കൈവച്ച് എല്ലാം കൂടെ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സിനെ നമുക്ക് ഓരോ ഷേപ്പിലാക്കി, ഞാനിപ്പോൾ ക്യൂബ് ഷേപ്പിലാണ് ചെയ്യുന്നത്, അത് നമുക്ക് ക്യൂബ് ഷേപ്പാക്കി മാറ്റിയെടുക്കാം. ഈ മിക്സിനെ ഷേപ്പ് ചെയ്തതിന് ശേഷം ഒരു ഹാഫ് ആൻ അവർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതാണ്. ഇനി ചോക്ലേറ്റ് എങ്ങനെയാണ് മെൽറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അത് ബോയിലായി വരുമ്പോഴേക്കും അതിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ് ബൗൾ വെച്ച് അതിലേക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 150 ഗ്രാംസിൻ്റെ ഡാർക്ക് ചോക്ലേറ്റാണ്. ഈ ചോക്ലേറ്റ് നല്ല മെൽറ്റായി സ്മൂത്തായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഈ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് തണുത്തതിന് ശേഷം ഈ ക്യൂബ് ഷേപ്പാക്കി വെച്ചിരിക്കുന്ന നട്ട്സിനെ ചോക്ലേറ്റ്സിലേക്ക് ഡിപ്പ് ചെയ്ത് നമുക്ക് ഒരു ട്രേയിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. എല്ലാം ഇനി അങ്ങനെ ചെയ്തെടുക്കാം. എല്ലാം ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 15 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. 15 മിനിറ്റ്സ് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം നമുക്കിനി അത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് വെച്ച് ആണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണോ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് അതേ പ്രോസസ്സിൽ തന്നെയാണ് ഇപ്പോൾ വൈറ്റ് ചോക്ലേറ്റും ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഓരോന്നിലായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം.
അടുത്തതായി ഡെക്കറേറ്റ് ചെയ്യാൻ എടുക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. നേരത്തെ എടുത്തതിൻ്റെ ബാക്കിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി ചെയ്യുന്നത് ചോപ്പ് ചെയ്ത പിസ്താഷ്യോസ് ഓരോന്നിൻ്റെ മുകളിലായി വെച്ച് കൊടുക്കുകയാണ്. ഇതിന് ശേഷം ഒരു 10-15 മിനിറ്റ്സ് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. നല്ല ഹൈ പ്രോട്ടീനും ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്രഞ്ചി ബൈറ്റ്സാണിത്. എല്ലാവരും ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. റിയലി ടേസ്റ്റിയാണ്. ഇത് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു സ്നാക്ക് ബൈറ്റാണ്. ഡെഫിനറ്റായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് കലവറ ഫ്ലേവേഴ്സ്. കീപ് വാച്ചിങ് മൈ ചാനൽ.